പോഷൻ പക്കോടയുടെ ഭാഗമായി നമ്മൾ ജനന്തോളൻ ഡാഷ്ബോർഡിൽ ഓരോ ദിവസവും രേഖപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം ഈ ഒരു വീഡിയോയുടെ കൂടെ നൽകിയിട്ടുള്ള ജനന്തോളൻ ഡാഷ്ബോർഡിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ പേജ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സാധാരണ ലോഗിൻ ചെയ്യുന്ന പോലെ തന്നെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ഫോം ഓപ്പൺ ആയിട്ട് വരും. ഈ ഒരു പേജിൽ ഏറ്റവും മുകളിൽ വലതുവശത്തായിട്ട് കാണുന്ന ഈ ഒരു 3 വരകളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ മുകളിലായി തന്നെ വ്യൂ ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ഡാറ്റ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ 2 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ഒന്ന് ഡാറ്റ സബ്മിറ്റഡ് എന്നും രണ്ടാമത്തേത് നോ ഡാറ്റ സബ്മിറ്റഡ് എന്നും. അതിൽ ഡാറ്റ സബ്മിറ്റഡ് എന്നതിൽ ഇതേ രീതിയിൽ ഓറഞ്ച് നിറത്തിൽ ഒരു സെലക്ഷൻ മാർക്ക് ഉണ്ട് എന്ന കാര്യം ഉറപ്പുവരുത്തുക. അതിനുശേഷം തൊട്ടു താഴെയായിട്ട് ലെവൽ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ സെലക്ട് ലെവൽ എന്നതിൽ ക്ലിക്ക് ചെയ്ത് AWC എന്ന ഓപ്ഷൻ കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം സെലക്ട് AWC എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ നമ്മുടെ പ്രൊജക്റ്റിലെ എല്ലാ അങ്കണവാടികളുടെയും ലിസ്റ്റ് ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ കാണുവാൻ സാധിക്കുന്നതാണ്. അതിൽ നിന്നും നമ്മുടെ അങ്കണവാടി കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ടു താഴെ വലതുവശത്തായിട്ട് ഇതേ രീതിയിൽ ഒരു ഡൗൺലോഡിൻ്റെ ചിഹ്നം അഥവാ താഴേക്കുള്ള ഒരു ആരോ മാർക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ഓരോ ദിവസത്തെയും റിപ്പോർട്ടുകൾ നമുക്ക് തീയതി അടിസ്ഥാനത്തിൽ കാണുവാൻ സാധിക്കുന്നതാണ്. അത് താഴേക്കും മുകളിലോട്ട് നമുക്ക് നീക്കി കൃത്യമായിട്ടുള്ള തീയതി സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഏത് തീയതിയിൽ റിപ്പോർട്ടാണോ നമുക്ക് വേണ്ടത് ആ ഒരു തീയതിയിൽ റിപ്പോർട്ട് കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന ഡൗൺലോഡ് എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ മുകളിൽ നോട്ടിഫിക്കേഷൻ ബാറിൽ ആ ഒരു ഫയൽ ഡൗൺലോഡ് ആയിട്ട് വരുന്നത് കാണാം. അല്പസമയത്തിനുള്ളിൽ ആ ഒരു ഫയൽ നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ആവുകയും വലതുവശത്തായിട്ട് ഓപ്പൺ എന്നൊരു ഓപ്ഷൻ തെളിഞ്ഞു വരികയും ചെയ്യും. ആ ഒരു ഓപ്പൺ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. എക്സൽ ഫയലായിട്ടാണ് ഈ ഒരു ഫയൽ ഓപ്പൺ ആയിട്ട് വരിക. അതിൽ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഓരോ പരിപാടിയുടെയും വിവരങ്ങളും വിശദാംശങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു തീയതിയിൽ എത്ര പരിപാടികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും ഏതൊക്കെ പരിപാടികളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നും അതിൽ പങ്കെടുത്തവരുടെ എണ്ണവും ആക്ടിവിറ്റി നെയിം തീം തുടങ്ങിയവ നമുക്ക് ഈ ഒരു എക്സൽ ഫയലിൽ നിന്നും കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതേ രീതിയിൽ ഓരോ ദിവസത്തെയും റിപ്പോർട്ടുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ദിവസങ്ങളിൽ ഏതെങ്കിലും പരിപാടികൾ നമ്മൾ രേഖപ്പെടുത്തുവാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവ രേഖപ്പെടുത്തുവാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടത് കഴിഞ്ഞു പോയിട്ടുള്ള എല്ലാ ദിവസങ്ങളിലെയും പരിപാടികളുടെ വിവരങ്ങൾ നമുക്ക് ജനന്തോളനിൽ രേഖപ്പെടുത്തുവാൻ സാധിക്കില്ല. ഇന്നേ ദിവസം തൊട്ട് കഴിഞ്ഞ 3 ദിവസം വരെയുള്ള ഏതെങ്കിലും പരിപാടികൾ രേഖപ്പെടുത്തുവാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവ മാത്രമേ നമുക്ക് രേഖപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവെക്കാനുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും തുടർന്നും ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ പോഷൻ മാസ്റ്റർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.